ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ ഡീലാണ്. നമ്മുടെ അമ്പലത്തറ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട്, അതായത് അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു 650 മീറ്റർ മാത്രം മാറി 5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു വീട് വാങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ബെൻസ് കാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 2011 മോഡൽ C250 മോഡൽ വരുന്ന 2011 മോഡൽ ബെൻസാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വാങ്ങുമ്പോൾ കാർ ഫ്രീ. ഇതുപോലൊരു ഓഫർ നമ്മൾ ഇതുവരെയും വീഡിയോയിൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അമ്പലത്തറ ജംഗ്ഷനിൽ ഉജ്ജയിനി ക്ഷേത്രത്തിനൊക്കെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് കറക്റ്റായിട്ട് 650 മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി. അതുപോലെ തന്നെ ഈ റോഡ് വഴി നമ്മുടെ അമ്പലത്തറ ആ ഒരു ബണ്ട് റോഡിലൊക്കെ ചെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. മിൽമയുടെ അടുത്തുനിന്ന് വരുന്ന ആ ബണ്ട് റോഡിലൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ബൈപ്പാസിലേക്ക് കുമരിച്ചന്ത ജംഗ്ഷനിലേക്ക് കറക്റ്റായിട്ട് 1.2 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ലൊക്കേഷനിൽ ടോട്ടലായിട്ട് 5 സെൻറ്റ് സ്ഥലത്ത് പൂർണ്ണമായിട്ട് ഇഷ്ടികയിലും അതുപോലെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഫ്രീ ആയിട്ട് തരേണ്ട, അതുകൊണ്ട് വില കൂടുതലാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വളരെ വില കുറവാണ്. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന വില വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വിലക്കുറവാണ് ഈ പ്രോപ്പർട്ടിക്ക് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്യാം, ആ സൈഡിലും വണ്ടി പാർക്ക് ചെയ്യാം. സ്വന്തമായിട്ടിന് വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി അപ്പുറത്തിട്ടിരിക്കുക, അടുത്ത വണ്ടി നമ്മുടെ ബെൻസ് ഇവിടെയോ അവിടെയൊക്കെ കീപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. മുൻവശത്തുള്ള വാതിൽ, കട്ടള എല്ലാം തന്നെ തേക്കുന്നടിയാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ വർക്കാണ് നമ്മുടെ ഈ ഒരു വാതിലിന് കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് സജ്ജീകരിക്കാം. ഈ കാണുന്ന പോലെ സീലിങ്ങിലെല്ലാം തന്നെ നൈസ് ആയിട്ടുള്ള ലൈറ്റിംഗ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ വരുമ്പോൾ നമ്മൾ ഡൈനിങ് സ്പേസിലായാലും ഇവിടെ ഒരു ഷോക്കേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം സെറ, ജാഗ്വാർ തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് നമ്മുടെ വാഷ് ഏരിയയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഡോർ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഡോർ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനകത്താണ് സ്റ്റോർ റൂം വരുന്നത്. അതിനകത്തുള്ള റാക്സ് എല്ലാം ഓൾറെഡി സെറ്റാണ്. അവിടെ നേരെ വരുന്നത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കാണാൻ സാധിക്കും. എല്ലാ റൂമുകളിലും കിച്ചണിലടക്കം ഫാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ നോക്കി എല്ലാം നല്ല നീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ നിന്ന് വീടിൻ്റെ ആ ഒരു പിൻവശത്തേക്കും ഈ സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് സെറ, പാരിവെയർ തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. ഇവിടെ എല്ലാം തന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീലിംഗിൽ നോക്കിയാൽ നല്ല രസമായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. മേളത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. 2 റൂമുകളിലും കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനലിന്റെ മിഡ് പോർഷൻ ഇങ്ങനെ തുറന്ന് മുൻവശത്തേക്ക് ഒരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കബോർഡ് വന്നിട്ട് ചുമരിനകത്താക്കി, അതായത് വീടിന്റെ പുറത്തേക്ക് തള്ളി വെക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിനകത്ത് സ്പേസ് നഷ്ടപ്പെടത്തില്ല. ഈ ഭാഗത്തും ഈ കാണുന്ന പോലെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. ഇവിടെയായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം കാണാം. ഈ റൂമിലായാലും ഫാന് കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സീലിംഗിൽ എല്ലാ റൂംസിലും നമുക്ക് ഇതുപോലുള്ള ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 പാളിയിലൊരു കബോർഡ്, ആ കാണുന്ന പോലെ ഒരു സ്റ്റോറേജ് സ്പേസ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സെറ, പാരിവെയർ തുടങ്ങിയ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ വീടിന്റെ സൈഡിലേക്ക് വരുന്ന ഒരു ഓപ്പൺ ടെറസിലേക്കാണ് വരുന്നത്. ശരിക്കും ഇവിടെ നിന്ന് നമ്മുടെ മുൻവശത്തേക്ക് തന്നെ വ്യൂ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് പോലെ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ ഇങ്ങനെ പർഗോളാസ് കൊടുത്ത് അതിന് മേളിലേക്ക് ഗ്ലാസ് എല്ലാം ഇട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ആദ്യത്തെ വീടാണ് കേട്ടോ. ആദ്യമായിട്ട് വെച്ച വീടാണ്. നമുക്കിത് ഈ കാണുന്ന പ്ലോട്ടുകൾ നിലവിൽ ലഭ്യമാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ 3 സെന്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ വാങ്ങിയെടുക്കാവുന്നതാണ്. തിരുവനന്തപുരം അമ്പലത്തറ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട്, അതായത് മണക്കാട് നിന്നൊക്കെ വളരെ പെട്ടെന്ന് വരാം. നമ്മുടെ ബൈപ്പാസിലേക്ക് ആക്സസ് വരുമ്പോൾ 1.2 കിലോമീറ്റേഴ്സിൽ ബൈപ്പാസിൽ ആ കുമരിച്ചന്ത ആ ഒരു ജംഗ്ഷനിൽ ചെന്ന് എത്താൻ സാധിക്കും. കറക്റ്റായിട്ട് 1.2 കിലോമീറ്റേഴ്സ് മാത്രമേ ഇവിടെ നിന്ന് ബൈപ്പാസിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതൊരു ഹൈലൈറ്റ് ആണ്. അതായത് ബൈപ്പാസിലേയും പെട്ടെന്ന് കയറാം, പെട്ടെന്ന് തന്നെ മണക്കാട് സൈഡോ ചാല അങ്ങോട്ടൊക്കെ പെട്ടെന്ന് പോകാം. ആ രീതിയിൽ ആക്സസ് വരുന്ന ലൊക്കേഷൻ. അതിനകത്ത് പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച് 5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് പ്ലസ് നമുക്കിതാ ഈ കാണുന്ന ഒരു ബെൻസ് കാറും കൂടി 1,10,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. അടിപൊളി പ്രൈസ് അല്ലേ. നമുക്കിതിനകത്ത് ഈ കാണുന്ന പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 9 ലക്ഷം രൂപ തൊട്ട് മേളിലേക്കാണ് പ്രൈസ് വരുന്നത്. 3 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളും ലഭ്യമാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.